YouTube ചാനലിലേക്ക് സ്വാഗതം. Welcome to all. Today we discuss the most important chapter, motion in a straight line from the branch of mechanics. It is very important for the students those preparing to attend exam, NEET, like NEET, KEAM, JIPMER, etc. I think two questions, the last year NEET exam, രണ്ട് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 8 മാർക്ക് ഉണ്ടാകും. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ ഏറ്റവും ബേസിക് ആണ് സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ സ്ട്രൈറ്റ് ലൈനിലെ തിയറി നന്നായി ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഏതാണ്ട് തിയററ്റിക്കൽ പാർട്ട് എൻട്രൻസ് ഓറിയന്റഡ് തിയറിയാണ്, ബോർഡ് എക്സാം ഓറിയന്റഡ് അല്ല. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി IQ ഫിസിക്സ് ചാനലിന്റെ കൂടെ നിങ്ങളും സഞ്ചരിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നീറ്റ്, JEE, കീം പരീക്ഷകൾക്ക് ആവശ്യമായ എൻട്രൻസ് ഓറിയന്റഡ് തിയറിയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. വളരെ ബുദ്ധിമുട്ടായ പ്രോബ്ലംസ് വരുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ മിനിമം നീറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അഥവാ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ തിയറി. ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് മെക്കാനിക്സ്. മെക്കാനിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the study of the state of the object. ഒരു ഒബ്ജക്റ്റിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് മെക്കാനിക്സ്. ഈ മെക്കാനിക്സിന് 3 ബ്രാഞ്ചുകളുണ്ട്: സ്റ്റാറ്റിക്സ്, കൈനറ്റിക്സ്, ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് it is the branch of mechanics which deals with the study of the state of the rest object. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക്സ്. കൈനറ്റിക്സ് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ മൂവിംഗ് ഒബ്ജക്റ്റ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ആ മോഷനെ കുറിച്ചുള്ള സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ അതിന് വിളിക്കുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക്സ്. കൈനറ്റിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ മൂവിംഗ് ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് കോസ് ഓഫ് മോഷൻ, അതിന്റെ കാരണം എന്തുകൊണ്ടാണ് അത് ചലിക്കുന്നത് എന്ന കാരണം നമ്മൾ പരിശോധിക്കുന്നില്ല. അപ്പൊ വിത്തൗട്ട് കൺസിഡറിങ് കോസ് ഓഫ് മോഷൻ കൈനറ്റിക്സ് ആണ് ഓർമ്മയിൽ വേണം. ഡൈനാമിക്സ് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് which deals with the study of the state of the moving object with considering cause of motion. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് സഞ്ചരിച്ച് മൂവ് ചെയ്ത ടോട്ടൽ പാത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ഒരു ഡയറക്ഷൻലെസ് ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓർ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ്. ഇറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ്, 0. ഇപ്പൊ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ യാത്ര ചെയ്തു. തിരിച്ച് B നിന്ന് Aയിലേക്ക് തന്നെ തിരിച്ചെത്തിയാൽ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ X ആണ് A നിന്ന് Bയിലേക്കുള്ള ദൂരമാണെങ്കിൽ B നിന്ന് Aയിലേക്ക് ഉള്ള ദൂരവും X ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2x ആണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒന്നായതുകൊണ്ട് 0 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് 0 ആവാം, അതുപോലെ പോസിറ്റീവ് ആവാം. ഇനി നമ്മൾ ആക്സിസ് വരയ്ക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആക്സിസുകൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് A നിന്ന് Bയിലേക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തു, തിരിച്ച് Aയിലെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇനി A നിന്ന് C എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയാൽ ഇപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ പോയിന്റ് ഇവിടെയാണ്, ഫൈനൽ പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ അത് ലെഫ്റ്റിലോട്ടാണ് റീഡിങ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവാം. ഡിസ്പ്ലേസ്മെന്റ് മേ ബി 0, നെഗറ്റീവ്, പോസിറ്റീവ്. ഇറ്റ് ഈസ് സ്കേലാർ ക്വാണ്ടിറ്റി, ഒരു ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഇതെല്ലായ്പ്പോഴും ഡിസ്റ്റൻസിന് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനേക്കാളും കുറവാവാം. ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാളും വലിയ വാല്യൂ ആയിരിക്കില്ല. ഓർമ്മയിലുണ്ടാവും. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ചില കണക്ഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നേരത്തെ ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ആയിരിക്കും വലിയ വാല്യൂ ആണ്. നമുക്ക് നോക്കാം. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒബ്ജക്റ്റ് C എന്ന് പറയുന്ന പോയിന്റിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ACB എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 2 കിലോമീറ്റർ.
എന്നാൽ എക്കും ബിക്കും ഇടയിലുള്ള ദൂരം 1 കിലോമീറ്റർ ആണ്. ഇത് 1 കിലോമീറ്റർ ആണ്, 3 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മള് ഡിസ്പ്ലേസ്മെന്റ് എക്കും ബിക്കും ഇടയിലുള്ള ഏറ്റവും ചെറിയ ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് 1/3. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ്. ഈ 1/3 എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 1 ആണ്. എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്റ്റൻസ് ആണ്. ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും. ഇപ്പോ ഈക്വൽ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ. എങ്ങനെ എന്ന് ബിക്ക് ഇതുവഴിയല്ല, നേരെ തന്നെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്ത്. ആ സമയത്ത് എന്താ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. 1/1 ആണ് അപ്പൊ കിട്ടുക. അപ്പോഴും 1 കിട്ടുള്ളൂ. ഒരിക്കലും 1നേക്കാൾ ഒരു വലിയ വാല്യൂ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് റേഷ്യോയിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് റേഷ്യോ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതിയത്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് 3 ആണ്, 3/1 ആണ്. 3/1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ ഒരു വലിയ വാല്യൂ ആണ്. അപ്പോ 3/1 ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനിയിപ്പോ പോസിബിലിറ്റി എന്താണ്, എന്ന് ബിക്ക് സ്ട്രൈറ്റ് ലൈനിൽ പോകുന്നു. അപ്പോ കിട്ടാനുള്ള സാഹചര്യം 1/1 ആണ്, അത് ഈക്വൽ ടു ആണ്. അപ്പൊ എപ്പോഴും ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പലപ്പോഴും എൻട്രൻസ് എക്സാമിന് പലപ്പോഴും ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ഇനി ഈ സ്ട്രൈറ്റ് ലൈൻ മോഷൻ, ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെ മോഡുലസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ കാരണം നമുക്ക് ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ചില എക്സാമ്പിളുകൾ പരിശോധിക്കാം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ? അപ്പൊ നമ്മള് ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാണ്. ഈ സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. എങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ എയിലേക്ക് തിരിച്ചെത്തി. ഒബ്ജക്റ്റ് എയിലേക്ക് തിരിച്ചെത്തി എങ്കിൽ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു 2πr ആണ്. സർക്കംഫറൻസസ് ഓഫ് ദ സർക്കിൾ ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു 0 ആണ്. ബിക്കോസ് the initial and final position of the object are same. Then x is equal to 2πr. This is the circumferences of the circle. S is equal to 0. Displacement equal to 0. ഇനി അത് if we consider it is a semicircle, then here radius r, a to b. a എന്ന് ബിയിലേക്കാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. എങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയാണല്ലോ, ഹാഫ് ആണല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x is equal to πr. Then displacement equal to r plus r, that is 2r. ഇനി നമ്മൾ ക്വാർട്ടർ സർക്കിൾ എടുക്കുകയാണെങ്കിലോ, ഇതാണ് സെമി സർക്കിൾ, ഇതിന്റെ പകുതി ഭാഗം. ഇപ്പോൾ എയിൽ നിന്നും ബിയിലേക്കാണ് ഒബ്ജക്റ്റ് എത്തിയത്. എങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെയും പകുതിയാണ്. ഇത് ഈ എ ടു ബി ഡിസ്റ്റൻസ് πr ആയിരുന്നു. അപ്പോ എ ടു ബി ഡിസ്റ്റൻസ് x is equal to πr/2 എന്നാ വരിക. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഇവിടുത്തെ ഡിസ്റ്റൻസ് 6, ഇവിടുത്തെ ഡിസ്റ്റൻസ് 6, റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് എ ബി ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ എ ബി സ്ക്വയർ ഈക്വൽ ടു, കാരണം ഇത് ഹൈപ്പോട്ടനസ് ആണ്, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എ ബി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ. അപ്പോ എ ബി സ്ക്വയർ ഈക്വൽ ടു 2r സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് നമ്മൾ എ ബി ഈക്വൽ ടു എഴുതുകയാണെങ്കിൽ ഇവിടുത്തെ സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ റൂട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ 2r സ്ക്വയർ, ഇവിടെ r സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് എ ബി ഈക്വൽ ടു √2r എന്ന് എഴുതാം. ഇതാണ് ഈ സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് സെമി സർക്കിൾ, ക്വാർട്ടർ സർക്കിൾ ഒക്കെ വരുമ്പോൾ ഉള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈ രൂപത്തിലാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെർട്ടിക്കലി അപ്വാർഡ് ഡൗൺവാർഡ് മോഷൻ, നേരെ വെർട്ടിക്കലി മുകളിലേക്ക് ഇട്ട് നേരെ തിരിച്ചു വന്നു. ഒരു ഒബ്ജക്റ്റിന് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്താ നോക്കാം. ഇതാണ് ഹൈറ്റ് h. അപ്പോ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h പ്ലസ് h, ടോട്ടൽ പാത്ത്. ഇവിടുന്ന് ഇവിടെ എത്തി, ഇവിടുന്ന് ഇങ്ങോട്ട് എത്തി. അപ്പൊ 2h ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. അതുകൊണ്ട് ഇത് വെർട്ടിക്കലി മേലോട്ട് മൂവ് ചെയ്ത് തിരിച്ച് ഇതേ പോയിന്റിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0.
ഇനി നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ശ്രദ്ധിക്കുക, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇറങ്ങും. ഈ സമയത്ത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നോക്കാം. ഇപ്പൊ ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണ് എങ്കിൽ ഇതുവരെയുള്ള ദൂരവും എക്സ് തന്നെയാണ്. ഇത് നമ്മൾ എച്ച് ആക്കി എടുക്കും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു ഒബ്ജക്റ്റ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മൾ ത്രോ ചെയ്യണം പുറത്തോട്ട്. ആ സമയത്തുള്ള ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അത് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് എച്ച്, എക്സ് പ്ലസ് എച്ച്, ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് കിടക്കുന്നത് ഇതിന് നേരെയാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ പോയിന്റിനും ഇടയിലുള്ള ദൂരം എച്ച് ആണ്. കാരണം ഇത് വെർട്ടിക്കലി അപ്പ് ചെയ്ത് നേരെ തിരിച്ച് താഴോട്ട് വരിക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എച്ച്. ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടത് ഓർമ്മയിലുണ്ടാവണം. ഇനി നമ്മളൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ശ്രദ്ധിക്കുക. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇതിൽ കൂടി ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? സംശയം വേണ്ട, എ എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു എ ബി എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയാണ്? ഇനീഷ്യൽ പോയിന്റ് ഇവിടെയാണ്, ഫൈനൽ പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എ ബി. ഇനി ഒരു സർക്കിളിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കുക. ഒരു സർക്കിളിന്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റ് യാത്ര ചെയ്യും, എ എന്ന് ബിയിലേക്ക്. ഇതാണ് സർക്കിളിന്റെ റേഡിയസ്. ഇത് നമ്മൾ θ/2 എന്ന് കൊടുത്തു, ഇവിടെയും θ/2 എന്ന് കൊടുത്തു. ടോട്ടൽ ആംഗിൾ θ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ടു ബി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. എ ടു ബി ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എ ബി എന്ന് പറയുന്ന ഈ സ്ട്രൈറ്റ് ലൈൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ ഡിസ്റ്റൻസ് നമുക്ക് കാണണം. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? ആംഗിൾ ഈക്വൽ ടു ഇതിന്റെ ടോട്ടൽ ആംഗിൾ തീറ്റയാണ്. θ/2 ടോട്ടൽ ആംഗിൾ തീറ്റയാണ്. അപ്പൊ നമുക്കറിയാം, വി നോ ആംഗിൾ ഈക്വൽ ടു ആർക്ക് എ ബി ബൈ ആർ. അപ്പൊ നമുക്ക് ആർക്ക് എ ബി അല്ലേ നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പൊ ആർക്ക് എ ബി കണ്ടെത്തിയാൽ പോരെ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാണാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ നമ്മൾ കണ്ടു. ഇനി നമുക്ക് θ/2 എക്സ്പ്രഷനിൽ വേണമെങ്കിൽ കാണാം. നമുക്ക് ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെ θ/2 ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എഴുതണം. നമ്മൾ ഇതിനെ ഡി എന്ന് കൊടുത്തു, ഇത് ഡി. അപ്പൊ നമുക്ക് ഈ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു 2D എന്ന് എഴുതാം. ഇനി ശ്രദ്ധിക്കൂ, നമുക്ക് ഈ ചിത്രത്തില് sin θ/2 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് d/r ആണ്. അപ്പൊ നമുക്ക് ആർ ഈക്വൽ ടു ഡി ആണ് നമ്മുടെ ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡി ഈക്വൽ ടു ആർ സൈൻ θ/2. ആർ ഇങ്ങോട്ട് പോന്നാൽ ആർ സൈൻ θ/2. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എക്കും ബിക്കും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു 2D ആണ്. അപ്പൊ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ സൈൻ θ/2. അപ്പൊ നമ്മൾ θ/2 എക്സ്പ്രഷനിൽ നമ്മൾ എഴുതി. ഇങ്ങനെയാണ് സർക്കുലർ മോഷനിൽ നമുക്ക് ഈക്വൽ ഇന്റർവെൽ അല്ലെങ്കിൽ ഈക്വൽ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെമി സർക്കിൾ അല്ല, ക്വാർട്ടർ സർക്കിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാണാം. ഇങ്ങനെ പർട്ടിക്കുലർ ആംഗിൾ തരികയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഒരു പ്രീവിയസ് സെന്റൻസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. ഇങ്ങനെ ഇവിടെ 2 പോയിന്റ് നമുക്ക് ബോട്ടം പോയിന്റ് പി എന്നും ടോപ്പിലെ പോയിന്റ് ക്യൂ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു സർക്കിളാണ് അല്ലെങ്കിൽ ഒരു വീലാണെന്ന് സപ്പോസ് ചെയ്യാം. ഈ സർക്കുലർ വീല് ഒരു സ്ട്രൈറ്റ് ലൈൻ പാത്തിലൂടെ ഒരു ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് ഹാഫ് റൊട്ടേഷൻ മനസ്സിലായത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഹാഫ് റൊട്ടേഷൻ
പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എത്തിയിട്ടുള്ളൂ. പി എന്ന് പറയുന്ന പോയിന്റ് തിരിച്ച് ഇവിടെ തന്നെ വന്നെങ്കിൽ ഫുൾ റൊട്ടേഷൻ ആവത്തുള്ളൂ. അപ്പൊ ഈ ഹാഫ് റൊട്ടേഷൻ നടന്നു എങ്കിൽ ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ പോയിന്റിനും ഇടയിലുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? ശ്രദ്ധിക്കുക. നമുക്കിത് മൂവ് ചെയ്തത് സെമി സർക്കിൾ ആണ്. അപ്പോ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു സെമി സർക്കിൾ ആണെങ്കിൽ πr എന്ന് എഴുതാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് πr ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് പി എന്ന് പറയുന്ന പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള സെമി സർക്കിൾ ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു πr ആണ്. ഇനി നമുക്ക് പി ഡാഷ് ഇത് പി ഡാഷ് എന്ന് കൊടുത്തു. ഇപ്പൊ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ്, ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റിനും ഇടയിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് പി ഡാഷ് നമ്മൾ പറഞ്ഞു πr ആണ് ഈ ദൂരം എന്ന് പറഞ്ഞു. സെമി സർക്കിൾ മൂവ് ചെയ്താണ്. അപ്പൊ നമുക്ക് πr ആണ് ഇത് മൂവ് ചെയ്ത ദൂരം. എന്നാൽ നമുക്ക് പി ഡാഷ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ പി ഡാഷ് ഈക്വൽ ടു എന്താ നമുക്ക് കാണണം. ഇത് 2r ആണ്. ഈ ഒരു ഹൈറ്റ് 2r ആണ്, കാരണം റേഡിയസ് r ആണ്. എങ്കിൽ നമുക്ക് പി ഡാഷ് സ്ക്വയർ ഈക്വൽ ടു πr സ്ക്വയർ പ്ലസ് 2r ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് പി ഡാഷ് ഈക്വൽ ടു നമുക്ക് പൈ സ്ക്വയർ r സ്ക്വയർ പ്ലസ് 4r സ്ക്വയർ. അപ്പൊ r സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു r സ്ക്വയർ. ദെൻ ഇത് പി ഡാഷ് സ്ക്വയർ ആണ്. ദെൻ പി ഡാഷ് ഈക്വൽ ടു r നമുക്ക് പുറത്താക്കാം, സ്ക്വയർ പോകും റൂട്ടിനകത്ത്, r ഇൻറ്റു പൈ സ്ക്വയർ പ്ലസ് 4. ഇങ്ങനെയാണ് ഒരു സർക്കിള് ലീനിയർ ആയിട്ട് മൂവ് ചെയ്തു എങ്കിൽ അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സോൾവ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നമ്മൾ പ്രീവിയസ് എൻട്രൻസിന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: An athlete completes one round of a circular track of radius r in 40 seconds. 40 സെക്കൻഡിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്. വാട്ട് വിൽ ബി ഒബ്ജക്റ്റ് അല്ല, അത്ലറ്റ് ആണ്. An athlete completes one round of a circular track of radius r in 40 seconds. 40 സെക്കൻഡിൽ ഒരു അത്ലറ്റ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. What will be his displacement at the end of 2 minutes 20 seconds? 2 minutes 20 സെക്കൻഡിൽ ആ അത്ലറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാൻ പറഞ്ഞത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റും ഇതിന്റെ സെമി സർക്കുലർ പാർട്ട് നമ്മൾ ഈ 2 പോയിന്റ് അസ്യൂം ചെയ്തു. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 40 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 2 minutes 20 സെക്കൻഡ് എത്രയാണ് നോക്കാം നമുക്ക്. 2 minutes 20 സെക്കൻഡ്, 2 minutes എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ്. അപ്പൊ 140 സെക്കൻഡ് ആണ്. 140 സെക്കൻഡ് ആണ് എങ്കിൽ 2 minutes 20 സെക്കൻഡ് കൊണ്ട് എത്ര കവർ ചെയ്തു എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു റൗണ്ട് ആണെങ്കിൽ 1 റൗണ്ട് ആണെങ്കിൽ അത് 40 സെക്കൻഡ്, 2 റൗണ്ട് ആണെങ്കിൽ 1 റൗണ്ട് ആണെങ്കിൽ അത് 40 സെക്കൻഡ്, 2 റൗണ്ട് ആണെങ്കിൽ 80 സെക്കൻഡ്, അങ്ങനെയാണ് പോകുന്നത്. 2 റൗണ്ട് 80 സെക്കൻഡ് കൊണ്ട് 2 റൗണ്ട്. നമുക്ക് 140 സെക്കൻഡ് കൊണ്ട് 140/40 ഈക്വൽ ടു 3.5, കാരണം 120/40 3 ആണ്. അപ്പം പിന്നെ 20 ആണ് അവിടെ ബാക്കിയുള്ളത്, അത് പകുതിയാണ്. അപ്പൊ 3.5 ഇത് പറഞ്ഞാൽ 3.5 റൗണ്ട് ആണ് അത്ലറ്റ് കവർ ചെയ്തത്. 3.5 റൗണ്ട് ആണ്. അപ്പൊ ഏന്ന് തിരിച്ച് എയിലെത്തി. 1 റൗണ്ട്, 2 റൗണ്ട്സ്, 3 റൗണ്ട്സ്, 3.5 ആണ്. അപ്പൊ ഇതാണ് ബിയിലാണ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, അല്ല അത്ലറ്റിന്റെ പൊസിഷൻ. അപ്പൊ നമുക്ക് എക്കും ബിക്കും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് റേഡിയസ് r ആണെങ്കിൽ നമുക്ക് ആ സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 minutes 20 seconds, that is displacement equal to 2r. Okay.